ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു വലിയ കാടിനുള്ളിൽ നമ്മൾ ചെന്നപ്പെടുന്നു. എന്നാൽ കോടാനുകോടി വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന ഒരു ഭീമാകരൻ പാമ്പാണ് അവിടെ നമ്മളെ കാത്തിരുന്നത്. ഒപ്പം കുറെ അധികം ഡിനോസറും. ഈ ഡിനോസറുകളിൽ നിന്ന് ഈ പാമ്പ് നമ്മളെ ഒരു അമ്മയുടെ സ്ഥാനത്ത് നിന്ന് രക്ഷിക്കുകയും സംരക്ഷിക്കുകയും സ്നേഹിക്കുകയും ചെയ്താൽ എങ്ങനെയുണ്ടാകും? 2022 സ്നേക് 3 എന്ന ചൈനീസ് മൂവിയാണ് നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇനി കൂടുതൽ വലിച്ചു നീട്ടാതെ നമുക്ക് നേരെ കഥയിലേക്ക് പോകാം. സിനിമയുടെ ആരംഭത്തിൽ കാണിക്കുന്നത് മനുഷ്യവാസം ഒന്നുമില്ലാത്ത ഏകദേശം 1000 വർഷങ്ങൾ പഴക്കമുള്ള ഒരു ഐലൻഡ് ആണ്. ഏകദേശം 1000 വർഷം പഴക്കമുള്ള ഐലൻഡ് ആയതുകൊണ്ട് തന്നെ ഈ ഐലൻഡിൽ ഒരുപാട് നിഗൂഢതകൾ ഉണ്ടാകുമെന്ന് കരുതി ഇതിനെപ്പറ്റി പഠിക്കാൻ വേണ്ടി ഒരു കമ്പനി തന്നെ അവിടേക്ക് വരും. ഈ കമ്പനിക്ക് അവിടുന്ന് കുറേയധികം ഫോസിൽസും അതുപോലെ വർഷങ്ങൾക്ക് മുൻപ് കാണാതായി പോയ മൃഗങ്ങളുടെ സ്കെൽറ്റൻസും കിട്ടും. ഈ വിഷയം കമ്പനിയുടെ ഓണറായ ക്യുങ്ങിനോട് ഇവര് വിളിച്ചു പറയും. ഇത് കേൾക്കുന്ന ക്യുങ്ങിന് ഒരുപാട് സന്തോഷമാകും. എന്തെന്നാൽ അദ്ദേഹത്തിന്റെ കയ്യിൽ ഇത് കാരണം ഒരുപാട് പൈസയാകും വന്നു ചേരാൻ പോകുന്നത്. എന്നാൽ പണത്തിനോടുള്ള അത്യാഗ്രഹവും ആഗ്രഹവും മൂലം ക്യുങ് ഗവൺമെന്റിന്റെ പെർമിഷൻ ഇല്ലാതെ ആ ഐലൻഡിലേക്ക് ആർക്കിയോളജിസ്റ്റിനെ പറഞ്ഞയക്കും. ഇങ്ങനെ അവര് ഓരോ കാര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഭൂമിയുടെ അടിയിൽ നിന്ന് എന്തോ ഒരു അനക്കം അവർ കണ്ടെത്തുന്നത്. എവിടുന്നാണ് സൗണ്ട് അല്ലെങ്കിൽ ചലനമുള്ളത് ആ ഒരു ഭാഗത്ത് അവർ അണ്ടർഗ്രൗണ്ട് ബോംബ് ഉപയോഗിച്ച് ബ്ലാസ്റ്റ് ചെയ്യും. ബ്ലാസ്റ്റ് ചെയ്ത ആ ഒരു ഭാഗത്ത് എന്തോ വലിയൊരു കല്ല് പോലത്തെ വസ്തുവാണ് അവർ കണ്ടെത്തുന്നത്. കൂട്ടത്തിലുണ്ടായിരുന്ന കുറച്ചു പേര് അത് വലിയ ആസ്ട്രോയിഡ് ആണെന്ന് കരുതി അടുത്തേക്ക് പോയി നോക്കുമ്പോഴാണ് അവർക്ക് മനസ്സിലാവുന്നത് അത് വലിയൊരു പാമ്പാണെന്നുള്ള കാര്യം. ഏകദേശം ഒരു മലയുടെ അത്രയും വലുപ്പമുള്ള ഒരു ഭീമാകരൻ പാമ്പാണ് അത്. ഇത് കണ്ട അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും അവിടുന്ന് ഭയന്നോടാൻ തുടങ്ങും. കുറെ പേര് ഈ പാമ്പ് കാരണം മരണപ്പെടുകയും ചെയ്യും. ഇത്രയും വലിയ പാമ്പിനെ കണ്ടിട്ട് അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും പേടിച്ചോടുകയാണ്. ഇന്നേരമാണ് അവിടെ മറ്റൊരു മൃഗത്തിന്റെ സൗണ്ട് കേൾക്കുന്നത്. അത് എന്താണെന്ന് നോക്കുമ്പോൾ ഒരു വലിയ ഡിനോസർ. ഇപ്പോൾ ഈ ഡിനോസർ ഇവിടേക്ക് വന്നത് അവിടെയുള്ള മനുഷ്യരെ കൊല്ലാൻ വേണ്ടിയിട്ടല്ല, പകരം ആ വലിയ പാമ്പിനെ കൊല്ലാൻ വേണ്ടിയാണ്. കാരണം ഈ പാമ്പും ഡിനോസറും തമ്മിൽ തലമുറകളായിട്ടുള്ള ശത്രുക്കളാണ്. ഇതേ പാമ്പിന്റെ ഡിനോസറിന്റെ പിൻഗാമികളുടെ ഫോസിൽസ് ആണ് അവിടെ ഉണ്ടായിരുന്ന ആർക്കിയോളജിസ്റ്റിന് കിട്ടിയത്. പിന്നീട് ആ ഡിനോസറും പാമ്പും തമ്മിലുള്ള ഫൈറ്റിംഗ് ആണ് നമ്മളെ കാണിക്കുന്നത്. ഈ ഫൈറ്റിങ്ങിനിടയിൽ കുറെ പേര് മരിക്കുകയും ചെയ്യും. ആ സീൻ അങ്ങനെ തന്നെ കാണിച്ചുകൊണ്ട് സിനിമയുടെ ടൈറ്റില് സ്നേക് 3 എന്നും എഴുതി കാണിക്കും. പിന്നീട് അടുത്ത സീനിൽ കാണിക്കുന്നത് ആ ഐലൻഡ് കണ്ടുപിടിച്ച കമ്പനിയുടെ ഓണറായ ക്വിങ് ഒരു ഇന്റർവ്യൂ കൊടുക്കുന്നതായിട്ടാണ്. ആദ്യമായി ആ ഐലൻഡിനെ കണ്ടുപിടിച്ചത് ഞങ്ങളെന്ന നിലയിൽ ഒരു വലിയ പാർക്കാക്കി മാറ്റാമെന്നാണ് ഞങ്ങളുടെ കമ്പനി തീരുമാനിച്ചിരിക്കുന്നത്. മാത്രവുമല്ല വർഷങ്ങൾക്ക് മുൻപ് കാണാതായി പോയ പല മൃഗങ്ങളുടെ ഫോസിൽസും ആ ഐലൻഡിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയിട്ടുമുണ്ട്. ഒരുപാട് നിഗൂഢതകൾ നിറഞ്ഞ ആ ഐലൻഡിനെ ഏൻഷ്യന്റ് എക്കോളജിക്കൽ തീം പാർക്കാക്കി മാറ്റാനാണ് ഞങ്ങളുടെ തീരുമാനം. അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ സിനിമയുടെ നായകനായ കെ എന്ന് പറയുന്ന ഒരു ചെറിയ കുട്ടിയാണ്. രാത്രി സമയമായിരിക്കുകയാണ്. അവനിപ്പോൾ എല്ലാവരെ പോലെ ഉറങ്ങാൻ കിടക്കുന്നു. പക്ഷെ അവന്റെ പുറകിൽ എന്തോ ഒന്ന് വന്ന് നിൽക്കുന്നത് പോലെ തോന്നും. അത് എന്താണെന്ന് അവൻ അറിയില്ല. അത് എന്താണെന്ന് തിരിഞ്ഞു നോക്കാനും അവൻ കൂട്ടാക്കില്ല. പെട്ടെന്ന് കാലിലൊരു വാക്കിംഗ് ബൂട്ട് ഫ്രാക്ചറും ഇട്ടുകൊണ്ട് അവൻ അവിടുന്ന് ഓടി രക്ഷപ്പെടും. ഇതിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാം അവന്റെ കാലിൽ എന്തോ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ടാണ് അവൻ വാക്കിംഗ് ബൂട്ട് ഫ്രാക്ചർ ഇട്ടിരിക്കുന്നത്. എന്തായാലും കുറെ ദൂരം അവൻ അവിടുന്ന് ഓടിപ്പോകും. പക്ഷെ പുറകിൽ ആ നിഴലുമുണ്ട്. ഒരു ഘട്ടമായപ്പോ റൂമിലെല്ലാം ലൈറ്റ് വീഴും. അത് ആരാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ കെയുടെ അമ്മയായ ഷിങ്ഷോങ് ആണ്. കെയ് ജനിച്ചപ്പോഴേ അവന്റെ കാലുകളിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഒരു ഫയർ ആക്സിഡന്റിൽ വെച്ചാണ് അവന്റെ കാലിന് ഈ പ്രശ്നം വന്നത്. സിനിമയുടെ തുടക്കത്തിൽ കണ്ട ഐലൻഡ് ഇപ്പോൾ ഒരു പാർക്കാക്കി മാറ്റിയിരിക്കുകയാണ്. അവിടേക്ക് വിസിറ്റിങ്ങിന് വേണ്ടിയിട്ട് കെയും അവന്റെ അമ്മയും കൂടി പോവുകയാണ്. പക്ഷെ കെയുടെ കാലിന് പ്രശ്നമുള്ളതുകൊണ്ട് അവന്റെ അമ്മ അവനെ ടെസ്റ്റ് ചെയ്യും. കാരണം ഇനി അഥവാ ഐലൻഡിൽ പോയി കഴിഞ്ഞ് എന്തെങ്കിലും പ്രശ്നം വന്നാൽ അവൻ അതിൽ നിന്നെല്ലാം സ്വയം രക്ഷപ്പെടാൻ പറ്റുമോ, അതല്ലെങ്കിൽ മിനിമം ഒറ്റയ്ക്ക് ഓടാൻ പറ്റുമോ എന്നാണ് അവര് ടെസ്റ്റ് ചെയ്യുന്നത്. നീ ഈ ടെസ്റ്റിൽ ഫെയിൽ ആയിരിക്കുകയാണ്. കാലിലുള്ള ഫ്രാക്ചർ പോലും നിന്നെ കൊണ്ട് നേരെ ചോണി ഇടാൻ പറ്റിയിട്ടില്ല. അതിനാൽ തന്നെ നിന്നെ ആ സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയില്ല എന്ന് അവര് പറയും. ഇത് കേൾക്കുന്ന കെയ്, ശരിയാണ്, എന്നെ കൊണ്ട് ഒരു ഉപയോഗവുമില്ല. എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്റെ കാലിന് അസുഖമുള്ളത് കൊണ്ട് ഞാൻ ദയനീയനാണ് എന്നൊക്കെ സെന്റിമെന്റ് അടിക്കും. സ്വാഭാവികമായിട്ട് ഇത് കേൾക്കുന്ന കെയുടെ അമ്മയ്ക്ക് വല്ലാത്ത വിഷമം തോന്നി അവന്റെ ആഗ്രഹം പോലെ അവനെ ആ സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ തീരുമാനിക്കും. ഇപ്പൊ കെയും അവന്റെ അമ്മയും മറ്റു കുറെ ആളുകളും അതേ ഐലൻഡിലേക്ക് വിസിറ്റ് ചെയ്യാൻ ഒരു ബസ്സിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്.
അതേ വണ്ടിയിൽ തന്നെ കമ്പനിയുടെ ഓണറായ ക്വെന്നുമുണ്ട്. ഒപ്പം ക്വെന്നിന്റെ കമ്പനിയിലെ പാർട്ട്ണറും അയാളുടെ വൈഫും ഉണ്ട്. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ബസ്സില് എന്തോ ഒരു വിചിത്ര തരത്തിലെ പക്ഷി വന്ന് ഇടിക്കുന്നത്. ആ പക്ഷിയുടെ പുറകില് വേറെ മറ്റു കൂട്ടത്തോടെ പക്ഷികൾ വരുന്നുണ്ട്. ഇത് കാണുന്ന ബസ്സിലിരിക്കുന്ന ഒരു വൃദ്ധൻ പറയും, ഇവിടെ എന്തോ അപകടം സംഭവിച്ചിട്ടുണ്ട്, അതല്ലെങ്കിൽ എന്തോ സംഭവിക്കാൻ പോവുകയാണ്, അതുകൊണ്ടാണ് ഈ പക്ഷികൾ കൂട്ടത്തോടെ ദിശ മാറി പോകുന്നത്. പക്ഷെ അദ്ദേഹം ഈ പറയുന്നതൊന്നും അവിടെയുള്ള ആരും വലുതായിട്ട് മൈൻഡ് ചെയ്യുകയില്ല. ഈ സമയമാണ് കെ വിൻഡോ സൈഡിലിരുന്ന് മലമുകളിലൂടെ ഒരു വലിയ പാമ്പ് ഇഴഞ്ഞു പോകുന്നത് കാണുന്നത്. ഈ ഒരു കാഴ്ച കണ്ടിട്ടും അവൻ അവന്റെ അമ്മയോട് ഇതിനെപ്പറ്റി പറയുകയില്ല. കാരണം പറഞ്ഞാലും ആരും വിശ്വസിക്കില്ല എന്ന് അവന് നന്നായി അറിയാമായിരുന്നു. ഇതേ സമയമാണ് ഇവര് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ബസ്സിന് നേരെ 2 കല്ലുകൾ ലക്ഷ്യമാക്കി വരുന്നത്. ഇത് കാണുന്ന ഡ്രൈവർ പെട്ടെന്ന് തന്നെ വണ്ടി മറ്റൊരു സൈഡിലേക്ക് മാറ്റും. പക്ഷെ അവർക്ക് കാര്യമായ പരിക്കൊന്നും പറ്റിയില്ലെങ്കിലും വണ്ടി ചെന്ന് ഇടിക്കുന്നത് ഒരു മരത്തിലേക്കാണ്. കുറച്ചു നേരങ്ങൾക്കുള്ളിൽ തന്നെ വണ്ടിയിലുണ്ടായിരുന്ന എല്ലാവരും പുറത്തേക്ക് ഇറങ്ങും. ശേഷം ക്യൂങ്ങിന്റെ പാർട്ട്ണറിനെയും കൂട്ടിക്കൊണ്ട് കാടിനുള്ളിൽ ടോയ്ലറ്റിലേക്ക് പോകും. ഇതേ സമയം ബസ്സിലുണ്ടായിരുന്ന ആ വൃദ്ധൻ അവർക്ക് നേരെ വന്ന ആ വലിയ കല്ലിൽ എന്തോ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ കല്ലിൽ നോക്കി നിൽക്കുന്ന സമയത്താണ് വൃദ്ധന്റെ കയ്യിൽ കല്ലിൽ നിന്ന് എന്തോ ഒരു ഫ്ലൂയിഡ് പറ്റുന്നത്. ഇത് കാണുന്ന ആ വൃദ്ധൻ അവിടെയുള്ള എല്ലാവരോടും പറയും, നമ്മളെ എന്തോ ഒരു അപകടം തേടി വരാൻ പോവുകയാണ്, എത്രയും പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകുന്നതായിരിക്കും നല്ലത്. എന്നാൽ ഇത് കേൾക്കുന്ന അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും ഈ വയസ്സൻ എന്തൊക്കെയാണ് ഈ പറയുന്നത് എന്ന മട്ടിൽ മൈൻഡ് ചെയ്യാതെ പോവും. മറുവശത്ത് കെയും ക്യൂങ്ങിന്റെ പാർട്ട്ണറും കാടിനുള്ളിൽ നിൽക്കുകയാണ്. ഈ സമയമാണ് കാടുകളുടെ ഇടയിൽ നിന്ന് എന്തോ ഒരു വലിയ നാക്കിറങ്ങി വന്ന് ക്യൂങ്ങിന്റെ പാർട്ട്ണറിനെ അവിടുന്ന് എടുത്തുകൊണ്ട് പോകുന്നത്. ശബ്ദം കേട്ട കെയ് തിരിഞ്ഞു നോക്കുമ്പോ അവിടെയെങ്ങും ആരെയും കാണുവാനില്ല. ഷേടാ, ഇങ്ങേരിത് എവിടെ പോയതാണ്, എനിക്ക് തിരികെ വണ്ടിയിലേക്ക് പോകണമെന്ന മട്ടിൽ കെയ് ക്യൂങ്ങിന്റെ പാർട്ട്ണറിനെ അവിടെ എല്ലാം അന്വേഷിക്കും. ഈ സമയമാണ് ഒരു വലിയ തവള കെയെ ആക്രമിക്കാനായി വരുന്നത്. പക്ഷേ എങ്ങനെയൊക്കെ കെയ തവളയിൽ നിന്ന് രക്ഷപ്പെട്ട് കാടിന്റെ ഏറ്റവും ഉള്ളിലേക്ക് കടന്നു പോകും. ഇപ്പോൾ ആ തവള കെയെ അന്വേഷിക്കുന്നത് നിർത്തിയിട്ട് ബസിന്റെ അടുത്തേക്ക് വന്ന് അവിടെ ഉണ്ടായിരുന്ന കുറച്ച് വിസിറ്റേഴ്സിനെ കൊന്നു തിന്നും. ഇത് കാണുന്ന എല്ലാവരും ഓടി ബസിനുള്ളിലേക്ക് കയറും. ഇന്നേരം ആ വൃദ്ധൻ പറയും, ഈ ജീവികൾക്ക് മറ്റൊരു വസ്തുവിന്റെ ശ്വാസവും അവയുടെ ചലനം കൊണ്ട് മാത്രമേ അവരുടെ പ്രസൻസ് അറിയാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ എല്ലാവരും ശ്വാസം അടക്കി പിടിച്ചിരിക്കുമ്പോഴാണ് ആ ബസ്സിലുണ്ടായിരുന്ന ഒരാൾ മാത്രം പെട്ടെന്ന് തുമ്മുന്നത്. ഒരു പ്രശ്നത്തിനെ ഓൾറെഡി നേരിട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് ആ വലിയ പാമ്പ് വന്ന് ഇവർക്ക് ആ ബസ്സിനെ മൊത്തത്തിൽ ചുറ്റിയെടുക്കുന്നത്. ആ ഭീമാകരൻ പാമ്പ് ബസ്സിനെ വളരെയധികം ഉയർത്തി പിടിച്ചിരിക്കുകയാണ്. അത് കാരണം ബസ്സിലുണ്ടായിരുന്ന കുറെ പേര് നിലത്ത് വീണ് മരിക്കുകയും ചെയ്യും. ബസ്സിലുള്ള എല്ലാവരും പേടിച്ചിരിക്കുകയാണ്. കാരണം അവരാരും അവരുടെ ജീവിതത്തിൽ ഇത്രയും വലിയൊരു പാമ്പിനെ കണ്ടിട്ട് പോലുമില്ല. ഒരു ഘട്ടമായപ്പോ ആ ബസ്സിലുള്ള എല്ലാവരുടെയും കഥ കഴിയുമെന്ന് വിചാരിച്ചുമെങ്കിലും പെട്ടെന്ന് ഈ പാമ്പ് ആ ഡിനോസറിന്റെ സൗണ്ട് കേൾക്കും. തന്റെ ശത്രുവിന്റെ അലർച്ച കേട്ടതും ഒന്നും നോക്കാതെ ആ പാമ്പ് അത്രയും ഉയരത്തിൽ നിന്ന് ബസ്സിനെ അവിടെ ഇട്ടിട്ട് പോകും. ഇതേ സമയം തവളയിൽ നിന്ന് രക്ഷപ്പെട്ട് കെയ് എത്തിപ്പെടുന്നത് ആ പാമ്പിന്റെ ഗുഹയിലേക്കാണ്. അവിടെ വെച്ചാണ് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നത്, അതായത് ഈ പാമ്പ് ഒരു ഫീമെയിൽ ആണ്. മാത്രവുമല്ല അതിന്റെ കുറെ അധികം മുട്ടകളും ആ ഗുഹയിലുണ്ട്. ഏകദേശം 500 വർഷം കൂടുമ്പോഴാണ് ഈ പാമ്പുകൾ മുട്ടയിടാറുള്ളത്. അതിനാൽ തന്നെ ഇവയ്ക്ക് ഇതിന്റെ മുട്ടയോടും കുഞ്ഞുങ്ങളോടും വളരെയധികം സ്നേഹമായിരിക്കും. കാരണം ഈ പാമ്പുകൾ കാത്തുകാത്താണ് ഓരോ മുട്ടകളും ഇടുന്നത്. എന്തായാലും കെയ് ഈ മുട്ടകൾ കണ്ട് അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ്. കാരണം തന്റെ ജീവിതത്തിൽ ഇത്രയും വലിയ മുട്ട അവൻ ഇന്നേ വരെ കണ്ടിട്ടില്ല. ഇങ്ങനെ ആകാംക്ഷയും അത്ഭുതവും ആശ്ചര്യവും തോന്നുന്ന കാഴ്ചകൾ കണ്ടുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഈ മുട്ടകളെല്ലാം തിന്നുകൊണ്ട് മറ്റൊരു ഡിനോസർ മറുവശത്ത് നിൽക്കുന്നത് കെയ് കാണുന്നത്. എന്തായാലും അതിന്റെ മുൻപിൽ ചെന്ന് പെട്ട കെയുടെ കഥ കഴിയുമെന്ന് അവന് തന്നെ അറിയാമായിരുന്നു. അതിനാൽ പാമ്പ് മുട്ടയുടെ പുറകിൽ കെയ് കയറി ഒളിച്ചിരിക്കും. പക്ഷെ അവന്റെ ഹൃദയമിടിപ്പ് മനസ്സിലാക്കിയ ഡിനോസർ അവനെ വേട്ടയാടാനായി പുറകിൽ വരും. പക്ഷെ പൊട്ടിക്കിടന്നിരുന്ന ഒരു മുട്ടയുടെ തോടിനുള്ളിൽ കെയ് കയറി ഒളിച്ചിരിക്കും. എന്നാൽ ആ ഡിനോസറിന് അവനെ ആ തോടിൽ നിന്ന് കണ്ടെത്താൻ വലിയ പാടൊന്നും ഉണ്ടായിരുന്നില്ല. തന്റെ കഥ കഴിയുമെന്ന ഘട്ടമാവുമ്പോഴാണ് അവിടേക്ക് ആ വലിയ പാമ്പ് വരുന്നത്. അത് നോക്കുമ്പോ താൻ വർഷങ്ങളും കൊണ്ട് കാത്തിരുന്നിട്ട മുട്ടയെല്ലാം പൊട്ടിച്ചിതറി കിടക്കുന്നു. ആ പൊട്ടിച്ചിതറി കിടക്കുന്ന മുട്ടകളിൽ ഏതെങ്കിലും ഒന്നിലെങ്കിലും തന്റെ കുട്ടി ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടെ ആ പാമ്പ് അവിടെയെല്ലാം നോക്കും. പക്ഷെ അവിടെ ആ പാമ്പിന്റെ ഒരു കുഞ്ഞു പോലും ഉണ്ടായിരുന്നില്ല. ഇത് കാണുന്ന ആ പാമ്പിന് നല്ല പോലെ ദേഷ്യം വന്ന് അലർച്ചയുണ്ടാക്കും. ഈ സമയമാണ് കെയ് ഒരു മുട്ടത്തോടിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഈ പാമ്പ് കാണാൻ ഇടയാവുന്നത്.
കെയെ കണ്ട പാമ്പ് അവനെ ആക്രമിക്കുന്നതിന് പകരം കെ ആ പാമ്പിന്റെ കുട്ടിയാണെന്ന് കരുതി സന്തോഷിക്കും. ചുരുക്കം പറഞ്ഞാല് മുട്ടത്തോടിൽ നിന്ന് ഇറങ്ങി വന്നതുകൊണ്ട് കെ ആ പാമ്പിന്റെ കുട്ടിയാണെന്നാണ് ആ പാമ്പ് വിചാരിച്ചിരിക്കുന്നത്. ഇത് കണ്ട പാമ്പ് വീണ്ടും അലർച്ചയുണ്ടാക്കും. ഈ സമയം അവസരമാക്കിയെടുത്തുകൊണ്ട് കെ ആ ഗുഹയിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടി കാട്ടിലെത്തിയ കെ കാണുന്നത് ഏതോ ഒരു മൃഗത്തിനെ മറ്റേതോ മൃഗം വളരെ ക്രൂരമായി കൊന്നിട്ടിരിക്കുന്നതാണ്. ഈ സമയമാണ് കെ കാടിനുള്ളിൽ എന്തോ ഒരു സൗണ്ട് കേൾക്കുന്നത്. അത് എന്താണെന്ന് അറിയാത്തത് കൊണ്ട് കെ ചുറ്റും നോക്കും. ഇന്നരമാണ് തന്റെ മുകളിലെ ഒരു മരത്തിൽ നിന്ന് എന്തോ വാ പോലെ തുറന്നു വരുന്നൊരു സാധനം അവൻ കാണുന്നത്. അത് മരത്തിൽ എന്തെങ്കിലും ജീവി ഇരിക്കുവാണോ അതോ മരം തന്നെ ഒരു മോൺസ്റ്റർ ആണോ എന്ന് മനസ്സിലാവാത്ത വിധത്തിലായിരുന്നു ആ ജീവി ഉണ്ടായിരുന്നത്. എന്തായാലും ഒരപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട് മറ്റൊരു അപകടത്തിലേക്ക് എത്തി എന്ന അവസ്ഥയാണ് ഇപ്പോൾ കെയുടേത്. പോരാത്തതിന് ആ വിചിത്രമായ ജീവിയുടെ വായിൽ നിന്ന് നല്ല മൂർച്ചയുള്ള മുള്ളു തുപ്പാൻ തുടങ്ങും. അതിൽ നിന്ന് കെ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു എന്ന് വേണേൽ പറയാം. പക്ഷെ വീണ്ടും ഈ വിചിത്രമായ ജീവികൾ മുള്ളു തുപ്പിക്കൊണ്ടേയിരുന്നു. ഈ സമയമാണ് അവിടേക്ക് ആ വലിയ പാമ്പ് വരികയും ഈ വിചിത്രമായ ജീവികളിൽ നിന്ന് കെയെ രക്ഷിക്കുകയും ചെയ്യുന്നത്. കെയെ രക്ഷിക്കുന്ന സമയത്ത് ഈ ജീവികളുടെ വായിൽ നിന്ന് വരുന്ന മുള്ള് പാമ്പിന്റെ ശരീരത്തിൽ കൊള്ളുകയും ചെയ്തു. അതിനാൽ തന്നെ ആ ഭീമാകരൻ പാമ്പിന്റെ ശരീരത്ത് കാര്യമായ രീതിയിൽ പരുക്കും പറ്റിയിട്ടുണ്ട്. പക്ഷെ എങ്കിലും താൻ മകനെന്ന് വിചാരിക്കുന്ന ആളിനെ രക്ഷിക്കാൻ പറ്റിയതിന്റെ സന്തോഷവും ആ പാമ്പിനുണ്ട്. കെയ്ക്കും ഇപ്പോൾ കാര്യങ്ങളെല്ലാം ഏകദേശം മനസ്സിലായിരിക്കുകയാണ്. അതായത് ഈ പാമ്പ് തന്നെ ഒരു മകനായിട്ടാണ് കാണുന്നത് എന്ന സത്യം. അതിനാൽ തന്നെ കെയ് പാമ്പിന്റെ ശരീരത്തിൽ കൊണ്ട് ആ മുള്ളു മാറ്റാൻ സഹായിക്കുകയും ചെയ്യും. ശേഷം പാമ്പ് കാടിനുള്ളിലേക്ക് തിരികെ പോകാൻ നേരം തന്റെ വാലുപയോഗിച്ച് അവിടെ ഉണ്ടായിരുന്ന ഒരു മരത്തിൽ ആഞ്ഞടിക്കും. അതുവഴി ആ മരത്തിലുണ്ടായിരുന്ന ഒരുപാട് പഴങ്ങൾ കെയ്ക്ക് കഴിക്കാനും കിട്ടും. മറുവശത്ത് അത്രയും ഉയരത്തിൽ നിന്ന് ബസ് വീണതുകൊണ്ട് യാത്രക്കാർക്ക് എല്ലാവർക്കും ഇപ്പോൾ പരുക്ക് പറ്റിയിരിക്കുകയാണ്. ക്യുന്നും അദ്ദേഹത്തിന്റെ ആളുകളും പിന്നെ മറ്റു കുറച്ച് യാത്രക്കാരും കൂടി ചേർന്ന് ആ ഐലൻഡിൽ നിന്ന് എങ്ങനെ പുറത്തേക്ക് പോകാമെന്നുള്ള വഴി തേടുകയാണ്. അങ്ങനെ അന്വേഷിച്ച് അവരെത്തിപ്പെടുന്നത് ആ കമ്പനി ആദ്യമായിട്ട് ഈ പാമ്പിനെ കണ്ടെത്തിയ അതേ സ്ഥലത്തേക്കാണ്. എന്നാൽ ആ ഒരു സ്ഥലത്ത് എത്തിയപ്പോഴാണ് അവർക്ക് തന്നെ മനസ്സിലായത്, അതായത് ഈ ഐലൻഡിൽ നിന്ന് രക്ഷപ്പെടാൻ അവിടെ ഒരു വഴി പോലും ഇല്ല. ഇനി എന്ത് ചെയ്യുമെന്ന് കരുതി ആലോചിച്ചു നിൽക്കുമ്പോഴാണ് അവരൊരു സൗണ്ട് കേൾക്കുന്നത്. അത് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു വലിയ ടീറക്സ് ഇവരെ ലക്ഷ്യമാക്കി വരികയാണ്. ഇത്രയും വലിയ ടീറക്സിനെ കണ്ടിട്ട് അവിടുന്ന് ഓടി രക്ഷപ്പെടാനുള്ളതിന് ക്വിൻ അവിടെയുള്ള ഒരു വിസിറ്ററിനോട് ഈ ഒരു ടീറക്സിന്റെ വീഡിയോ എടുക്കാൻ പറയും. ആ ഒരു ഭാഗത്തെല്ലാം നിറയെ മഞ്ഞായതുകൊണ്ട് തന്നെ ടീറക്സ് ഇവരെ കാണുകയില്ല. പക്ഷെ ടീറക്സ് തിരിച്ചു പോകുന്ന സമയത്ത് അതിന്റെ വാല് ഇവരെ തട്ടും. അങ്ങനെ ക്വിന്നിന്റെയും ആ വിസിറ്ററിന്റെ കഥയും കഴിയും. എന്നാൽ മറ്റൊരു സൈഡിൽ കെയുടെ അമ്മയും ഡ്രൈവറും ആ വൃദ്ധനും അദ്ദേഹത്തിന്റെ കൊച്ചുമകളും കൂടി ചേർന്ന് കെയെ അന്വേഷിക്കുകയാണ്. ഇവരെല്ലാവരും കൂടി കാട്ടിലൂടെ കെയെ അന്വേഷിച്ചു പോകുമ്പോഴാണ് ഈ പാമ്പിന്റെ മെയിൽ പാമ്പ് മരിച്ചു കിടക്കുന്നത് കാണുന്നത്. ഈ പാമ്പ് മരിച്ചിട്ട് 500 വർഷമായിരിക്കുകയാണ്. പക്ഷെ ഈ പാമ്പ് ഇനിയും ഇതേ രീതിയിൽ തന്നെ ഒരു 500 വർഷം കൂടി കിടക്കും. കാരണം ഇതിന്റെ ശരീര പ്രകൃതം തന്നെ അങ്ങനെയുള്ളതാണ്. സാധാരണ പാമ്പുകളെ പോലെയല്ല, അല്ലെങ്കിൽ സാധാരണ ഒരു ജീവിയെ പോലെയുമല്ല. കെ ആ കാട്ടിലൂടെ നടന്ന് എത്തിപ്പെടുന്നത് ആ ടീറക്സിന്റെ മുൻപിലേക്കാണ്. ആ ടീറക്സ് ആണെങ്കിൽ ആ വലിയ തവളെ കൊന്നു തിന്നുകയാണ്. പക്ഷെ പെട്ടെന്ന് കെയെ ആരോ പുറകിന്ന് വലിച്ച് ഒരു പാറയുടെ പുറകിൽ ഒളിച്ചിരിക്കും. അത് വേറെ ആരുമല്ല, അവന്റെ അമ്മയാണ്. കുറെ നേരം അവർ ആ ടീറക്സിൽ നിന്ന് രക്ഷപ്പെട്ട് ആ കല്ലിന്റെ പുറകിൽ തന്നെ ഇരിക്കും. പക്ഷെ ഒരു ഘട്ടമാവുമ്പോ ഈ ടീറക്സ് അവരെ കണ്ടെത്തുകയും ആക്രമിക്കാൻ പിന്നാലെ ഓടിക്കുകയും ചെയ്യും. ആദ്യം എല്ലാവരുടെയും പുറകിൽ ഈ ടീറക്സ് ഓടി വരുമെങ്കിലും പിന്നീട് കെയുടെയും അവന്റെ അമ്മയുടെയും പുറകിൽ ഓടി അവരെ ആക്രമിക്കാൻ ശ്രമിക്കും. പക്ഷെ കെയും അവന്റെ അമ്മയും 2 കല്ലുകളുടെ ഇടയിലൂടെ ഓടുമ്പോ ഈ ഡിനോസറിന്റെ തല ആ കല്ലുകളുടെ ഇടയിൽ കുടുങ്ങും. ഈ സമയം അവസരമാക്കിയെടുത്തുകൊണ്ട് കെയുടെ അമ്മ അവന്റെ കാലിലെ വാക്കിംഗ് ബൂട്ട് ഫ്രാക്ചർ ശരിയാക്കി കൊടുക്കും. എങ്കിൽ മാത്രമേ കെയെയും കൊണ്ട് ഓടാൻ സാധിക്കുകയുള്ളൂ. പക്ഷെ അവരവിടുന്ന് എഴുന്നേറ്റ് പോകുന്നതിന് മുൻപ് ഈ ഡിനോസർ വീണ്ടും അവരെ ആക്രമിക്കാൻ വരും. ഇപ്പോൾ ഒരു ഡിനോസർ അല്ല, 2 ഡിനോസർ ആണ് അവരുടെ ചുറ്റും നിൽക്കുന്നത്. ഈ സമയമാണ് അവിടേക്ക് ആ വലിയ ഭീമാകരൻ പാമ്പ് വരുന്നത്. കാരണം തന്റെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചാൽ ഒരമ്മയും പ്രതികരിക്കാതിരിക്കുകയില്ല. ഇവിടെ കെയെ തന്റെ കുഞ്ഞായിട്ടാണ് ആ പാമ്പ് കാണുന്നത്.
ശേഷം ഈ ഡിനോസറുകളുമായി പാമ്പ് ഫൈറ്റ് ചെയ്യും. ആദ്യമെല്ലാം പാമ്പ് ജയിക്കും. എന്നാൽ വീണ്ടും കുറേയധികം ടീറക്സുകൾ അവിടേക്ക് വരികയും പാമ്പിനെ വല്ലാതെ വേട്ടയാടാൻ തുടങ്ങും. ഇത് അവസരമാക്കി എടുത്തുകൊണ്ട് കെയുടെ അമ്മ അവനെ വിളിച്ചുകൊണ്ട് അവിടുന്ന് പോകും. ഫൈറ്റിങ്ങിന്റെ അവസാനം അവിടെയുള്ള എല്ലാ ഡിനോസറിനെയും പാമ്പ് കൊല്ലും. പക്ഷെ പാമ്പാണേൽ പരുക്ക് പറ്റി അവിടെ വയ്യാതെ കിടക്കുകയാണ്. കേക്ക് ഇപ്പോൾ നല്ലപോലെ വിഷമം തോന്നുന്നുണ്ട്. കാരണം തനിക്ക് വേണ്ടി ആ പാമ്പ് എല്ലാവരുമായി ഫൈറ്റ് ചെയ്യുന്നു. എന്നിട്ടും തനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്നോർത്തിട്ട് ഇപ്പോൾ കേയും അവന്റെ അമ്മയും ഡ്രൈവറും ആ വൃദ്ധനും അദ്ദേഹത്തിന്റെ കൊച്ചുമകളും എല്ലാവരും കൂടി ചേർന്ന് ആ ക്യുന്നും ആളുകളും എത്തിയ അതേ സ്പോട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. അവിടെ വന്ന വൃദ്ധന് ഒരുപാട് സന്തോഷവും ആശ്ചര്യവും തോന്നും. നമുക്കറിയാം, സിനിമയുടെ തുടക്കം മുതൽ അവസാനം വരെ പല സീനുകളുടെ ഇടയിൽ വെച്ച് വൃദ്ധൻ വളരെ നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിനെല്ലാം കാരണം ഇദ്ദേഹം വർഷങ്ങളും കൊണ്ട് ഫോസിൽസിനെ പറ്റിയും സ്കെൽറ്റൻസിനെ പറ്റിയും ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളെ പറ്റിയും ഒരുപാട് റിസർച്ച് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത് പുരാതന കാലത്ത് ജീവിച്ചിരുന്ന മൃഗങ്ങളുടെ ഫോസിൽസ് കണ്ടെത്തുക, അതിനെപ്പറ്റി കൂടുതൽ പഠിക്കുക എന്നൊക്കെയായിരുന്നു. എന്നാൽ ആ വൃദ്ധനെ ഇതുവരെ അതിന് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ അത് സാധിച്ചതിൽ ഒരുപാട് സന്തോഷവുമുണ്ട്. ഈ സമയമാണ് കെയ് ഒരു ക്യാമറ കണ്ടെത്തുന്നത്. അതാ വിസിറ്ററിന്റെ ക്യാമറയാണ്. ഇന്നരം ക്യുൻ പുറകിൽ നിന്ന് വന്ന് കെയുടെ കഴുത്തിൽ ഒരു കത്തി എടുത്ത് കുത്താൻ ശ്രമിക്കും. ഇതിന്റെ അർത്ഥം ക്യുൻ മരിച്ചിട്ടില്ല എന്നാണ്. ശേഷം ക്യുൻ അവിടെയുള്ള എല്ലാവരോടും പറയും, ഞാൻ ഈ ഐലൻഡിൽ ഒരുപാട് ഡോളറുകളാണ് ചെലവാക്കിയിട്ടുള്ളത്. ഇവിടെ നടന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ പുറത്തു പോയി പറയുമെന്ന്. അതുകൊണ്ട് നിങ്ങളെ ആരെയും ഞാൻ ഇവിടെ നിന്നും വിടില്ല. ഇങ്ങനെ ക്യുൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവിടേക്ക് ഒരു ഡിനോസർ വരുന്നത്. ബാക്കി എല്ലാവരും ഡിനോസറിനെ കണ്ടതും ഓടിപ്പോകും. എന്നാൽ ക്യുൻ മാത്രം ഓടിപ്പോവുകയില്ല. അവസാനം ഡിനോസർ തന്റെ കാലെടുത്ത് ക്യുങ്ങിന്റെ മണ്ടയിൽ വെക്കുകയും ക്യുൻ മരണപ്പെടുകയും ചെയ്യും. ശേഷം ഈ ഡിനോസർ കെയെയും അവന്റെ അമ്മയും ഡ്രൈവറിനെയും ആ വൃദ്ധനെയും അദ്ദേഹത്തിന്റെ കൊച്ചുമകളെയും ആക്രമിക്കാൻ വരും. എന്നാൽ അവിടെ കിടന്നൊരു വണ്ടി എടുത്ത് അവർ രക്ഷപ്പെടാൻ ശ്രമിക്കും. പക്ഷേ ഡിനോസറും അവരുടെ പിന്നാലെ പിന്തുടർന്ന് വരും. പക്ഷെ ഒരു ഘട്ടമായപ്പോ ഈ ഡിനോസർ അവരെ കൊല്ലുമെന്ന അവസ്ഥയിൽ വരെ എത്തും. ഇന്നരമാണ് അവിടേക്ക് ആ വലിയ പാമ്പ് വരുന്നത്. പിന്നീട് ആ ഡിനോസറും പാമ്പും തമ്മിൽ ഒരു വലിയ ഫൈറ്റ് ആണ് നടക്കുന്നത്. ആരും പരസ്പരം വിട്ടുവീഴ്ച ചെയ്യാൻ പോലും തയ്യാറാവില്ല. ഇതേ സമയം കെയുടെ അമ്മ വണ്ടിക്കുള്ളിൽ നിറയെ ബോംബ് സെറ്റ് ചെയ്ത് ഡിനോസറിന്റെ അടുത്തേക്ക് ഓടിച്ചുകൊണ്ട് പോകും. ശേഷം പകുതിയാകുമ്പോൾ ഇറങ്ങും. വൃദ്ധനോട് ബോംബിന്റെ റിമോട്ട് പ്രസ് ചെയ്യാൻ പറയും. പക്ഷെ അവിടെ ഉണ്ടായിരുന്ന ഒരു റിമോട്ടും വർക്കായിരുന്നില്ല. ഇതേ സമയം ഡ്രൈവർ ഒരു തീപ്പന്തം എടുത്തുകൊണ്ട് ആ ബോംബുള്ള വണ്ടിയുടെ അടുത്തേക്ക് പോകാൻ ശ്രമിക്കും. പക്ഷെ അദ്ദേഹത്തിന് പരുക്ക് പറ്റിയതുകൊണ്ട് ഓടാൻ കഴിയുകയില്ല. ഇത് കാണുന്ന വൃദ്ധന്റെ കൊച്ചുമകള് ആ തീപ്പങ്കം വാങ്ങിക്കൊണ്ട് ഡിനോസറിന്റെ അടുത്തേക്ക് ഓടും. പക്ഷെ അവിടെ ഉണ്ടായിരുന്ന ചില കല്ലുകൾ പൊട്ടി അവളുടെ നേരേക്ക് വീഴും. അക്കാരണത്താൽ അവൾക്കും പരുക്ക് പറ്റും. അവസാനം നമ്മുടെ നായകനായ കെയ് തന്നെ ഈ തീപ്പന്തം എടുത്തുകൊണ്ട് ഡിനോസറിന്റെ നേരെ ഓടും. ശേഷം ആ വണ്ടിയിലുണ്ടായിരുന്ന ബോംബിലേക്ക് ഈ തീപ്പന്തം എറിയും. അങ്ങനെ ആ ബോംബെല്ലാം ബ്ലാസ്റ്റ് ആവുകയും ഈ ബ്ലാസ്റ്റ് കാരണം കെയ്ക്കും ഒരുപാട് പരുക്ക് പറ്റുകയും ചെയ്യും. കെയുടെ ഈ ചെറിയ സഹായം മൂലം ഡിനോസറിനെ പാമ്പിന് തോൽപ്പിക്കാനും കഴിയും. എന്നാൽ പാമ്പ് വന്ന് തിരികെ നോക്കുമ്പോൾ കെയ് അബോധാവസ്ഥയിൽ പരുക്ക് പറ്റി കിടക്കുകയാണ്. ഇത് കാണുന്ന പാമ്പിന് ഒരുപാട് വിഷമം വന്ന് കരയും. എന്നാൽ പാമ്പിന്റെ കരച്ചിൽ കേട്ടതും കെയ്ക്ക് തിരികെ ബോധം ലഭിക്കും. കെയുടെ ബോധം തിരികെ കിട്ടിയതും അവന്റെ അമ്മയ്ക്ക് ഒരുപാട് സന്തോഷം തോന്നും. ഒപ്പം ആ പാമ്പിനും. പിന്നീട് അവസാന സീനിൽ കാണിക്കുന്നത് ആ ഐലൻഡിൽ നിന്ന് ഇപ്പോൾ കെയും അവന്റെ അമ്മയും ബാക്കി എല്ലാവരും തിരികെ വന്നിരിക്കുകയാണ്. ഇപ്പോൾ ആ വൃദ്ധനും അദ്ദേഹത്തിന്റെ കൊച്ചുമകളും ടിവിയിൽ ആ ഐലൻഡിനെ പറ്റി ഇന്റർവ്യൂ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം കണ്ടുകൊണ്ടാണ് രാവിലെ കെ എഴുന്നേക്കുന്നത്. ഒപ്പം അവന്റെ ടേബിളിന്റെ മുകളിൽ ഇരിക്കുന്ന ആ പാമ്പിന്റെ സ്റ്റാച്യൂവും നമ്മളെ കാണിക്കുന്നുണ്ട്. ആ സീൻ അങ്ങനെ കാണിച്ചുകൊണ്ടാണ് ഈ സിനിമ ഇവിടെ തീരുന്നത്. നിങ്ങൾക്ക് ഈ ഒരു സിനിമയെ പറ്റി എന്തെങ്കിലും സംശയങ്ങളോ അഭിപ്രായങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും കമന്റ് സെക്ഷനിലൂടെ അറിയിക്കുക. അപ്പോഴിനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.